ഇവിടെ ഒരു സൈൻ ചെയ്യണം. നിങ്ങൾ സൈൻ ചെയ്തേക്ക്. ഓക്കെ സർ. ആ ക്യാഷ് കൂടി അങ്ങോട്ടേക്ക്. ഓക്കെ സർ. പോകുമ്പോ അങ്ങോട്ട് വന്നാൽ മതി. നന്ദിയുണ്ട് സാറേ, ഇത് ഈ രീതിയിൽ തീർത്തു തന്നതിന്. സാറിനോട് താങ്ക്സ് പറ, എന്നിട്ട് പോവാം. വേണ്ട, താങ്ക്സ് ഒന്നും വേണ്ട. ഞാൻ ആനന്ദൻ മാഷിനോടുള്ള റെസ്പെക്ട് കൊണ്ടാ ഈ കേസ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായത്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ പ്രതിയാവാതിരിക്കാൻ ആ മനുഷ്യൻ നടത്തിയ ഇടപെടൽ അംഗീകരിച്ചേ പറ്റൂ. ആരും അറിയാതെ ഭർത്താവ് സൂക്ഷിച്ച പണം എടുത്തോണ്ട് പോയാല് അത് മോഷണം ആവാതിരിക്കില്ല. അറ്റ്ലീസ്റ്റ് വിദേശത്തുണ്ടായിരുന്ന ഭർത്താവിനെയെങ്കിലും അത് അറിയിക്കണമായിരുന്നു. തന്നോട് ദയ വിളിച്ചു പറഞ്ഞിരുന്നു മറന്നതാണെന്നും ശബരി ഇപ്പൊ സത്യവാങ്മൂലം എഴുതി തന്നുകൊണ്ടാ ഇപ്പൊ തന്നെ പ്രതിയാക്കാതെ വിടുന്നത്. അല്ലെങ്കിൽ ഇന്ന് തന്നെ എഫ്ഐആർ ഇട്ട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ട കേസാ. ഇനിയെങ്കിലും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരുന്നാ കൊള്ളാം. മനസ്സിലായോ? മനസ്സിലായി സർ. ശരി, എന്നാ പോയിക്കോ. ശബരി, ആ ക്യാഷ് കൂടെ വാങ്ങിച്ചിട്ട് പോകും. ശരി സർ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സർ. ഞാൻ വിളിക്കാം. ശബരി, പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല രഘുവേട്ട, കേസൊന്നുമില്ല. ക്യാഷ് തിരിച്ചു കിട്ടി. ഭാഗ്യം. അല്ല, ഇനി എന്താ പരിപാടി? രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോകല്ലേ? ഞാൻ വീട്ടിലേക്കാ. ദയ വരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. അതെന്താ ചോദിക്കാനാ ശബരി? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദയ അവിടെ വന്ന് ശബരിയുടെ അച്ഛനോട് ക്ഷമ ചോദിക്കാതെ എങ്ങനെയാ? ഞങ്ങളും കൂടി അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ? അതെ, അവിടെ പോയി ശബരിയുടെ അച്ഛനെ കണ്ട ശേഷം നമുക്ക് ഒരുമിച്ച് പഞ്ചരത്നത്തിലേക്ക് പോവാം. രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അണ്ണന് സമാധാനവും. അതെ, എനിക്ക് എത്രയും വേഗം എന്റെ മോന്റെ അടുത്ത് പോണം. വേറെ എങ്ങോട്ടേക്ക് ഞാനില്ല. അതെ, രഘുവേട്ടനെ വേഗം വീട്ടിലെത്തിക്കേ. എനിക്കും പെട്ടെന്ന് വീട്ടിൽ പോകണം. ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. Thank you.